സിനിമയിലുപരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് അഹാന കൃഷ്ണയെ ആളുകൾ അറിയുന്നത്. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് അഹാന അഭിനയിച്ചിട്ടുള്ളൂ. ഞാൻ സ്റ്റീവ് ലോപ്പസിലൂടെയാണ് അഹാന കൃഷ്ണ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, ലൂക്ക, 18-ാം പടി തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലാണ് അഹാന ഒടുവിലായി അഭിനയിച്ചത്. ഓരോ സിനിമ കഴിയുമ്പോഴും വലിയ ഗ്യാപ്പും കരിയറിൽ വന്നു. എന്നാൽ ഒരു മുൻനിര നായിക നടിക്ക് ഇന്ന് ലഭിക്കുന്നതിനേക്കാൾ ജനശ്രദ്ധയും ആരാധക പിന്തുണയും അഹാനയ്ക്കുണ്ട്. അഹാനയെ മാതൃകയായി കാണുന്നവർ ഏറെയാണ്. താരകുടുംബത്തിലെ ഏറ്റവും പക്വതയും ഉത്തരവാദിത്വവുമുള്ള ആളായിട്ടാണ് അഹാനയെ ആരാധകർ കാണുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അഹാനയുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് ഇവർ പറയുന്നു. സഹോദരിമാരെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ആണ്. എന്നാൽ വ്ലോഗുകളിൽ അഹാനയുടെ സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് എല്ലാവർക്കും ഇഷ്ടം. അനിയത്തി ദിയാകൃഷ്ണയുടെ വിവാഹം ചെയ്ത് അമ്മയായി കഴിഞ്ഞു. എന്നാൽ ചേച്ചിയായ അഹാനയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. അടുത്തിടെയാണ് അഹാനയും കുടുംബവും താമസിക്കുന്ന വീട് പുതുക്കി പണിതത്. വിവാഹത്തിന് മുന്നോടിയായിട്ടായിരിക്കാം ഇത് എന്നാണ് വാദം. തന്റെ 30-ാം പിറന്നാളിന് മുമ്പ് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ അഹാനയുടെ വിവാഹം നടന്നേക്കുമെന്നാണ് റെഡിറ്റിൽ ഒരാൾ കമന്റ് ചെയ്തത്. ഇത്തരത്തിൽ പല വാദങ്ങളും വരുന്നുണ്ട്. അടുത്തിടെയാണ് അഹാന കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ ജിമ്മിൽ ചേർന്ന് വർക്കൗട്ട് തുടങ്ങിയത്. വിവാഹത്തിന് മുമ്പ് വണ്ണം കുറയ്ക്കാനായിരിക്കും ഇത് എന്നാണ് വാദം. അനിയത്തി ദിയാകൃഷ്ണ വിവാഹവും കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. തന്റെ കുഞ്ഞിന് അഹാനയുടെ കല്യാണത്തിന് സ്യൂട്ട് ധരിക്കാമെന്ന് ദിയാകൃഷ്ണ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിച്ചിട്ടാണ് അഹാനയുടെ വിവാഹം ഉടനെ എന്ന വാദം വരുന്നത്. എന്നാൽ ചേച്ചിയായ അഹാനയുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നത് സോഷ്യൽ മീഡിയയിൽ എന്നും ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ ഇപ്പോഴിതാ അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടായേക്കും എന്നാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഉള്ളൊരു സംസാരം. ഇതിനുള്ള സൂചനകൾ അഹാനയും കുടുംബവും പുതിയ വ്ലോഗിലൂടെ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് പിതാവ് കൃഷ്ണകുമാറും ചില സൂചനകൾ നൽകിയിരുന്നു. ദിയ സ്ഥാപനത്തിലെ ജീവനക്കാരികളോട് ജാതീയ വേർതിരിവ് കാണിച്ചു എന്ന ആരോപണത്തിനെതിരെ സംസാരിക്കവെയായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാമർശം. താനും തന്റെ ഭാര്യയും 2 ജാതിയാണ്. തന്റെ 2ാമത്തെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്നാണ്. മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറൊരു മതത്തിൽ നിന്നാണെന്ന് കേൾക്കുന്നു എന്നാണ് കൃഷ്ണകുമാർ അന്ന് പറഞ്ഞത്. അതേസമയം ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നായിരുന്നു അഹാന മറുപടി നൽകിയത്. എന്നാൽ പിന്നീട് ഇത് തിരുത്തി. ഇല്ല, 2 വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് തിരുത്തിയത്. അഹാനയും ഛായാഗ്രഹൻ നിമിഷ് രവിയും പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് നിമിഷ് രവിയും കുടുംബവും പങ്കെടുത്തിരുന്നു.